ചില കാര്യങ്ങൾ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണം. പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നടത്തിയില്ലെങ്കിൽ കർത്താവ് വേറെ എന്തെങ്കിലും ചെയ്യും. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഐശ്വര്യം പുനഃസ്ഥാപിക്കും. കർത്താവിന് ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ വെള്ളം തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അതായത് നെഗേബിലെ നീർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ പാകതയത്തെ അങ്ങ് പുനഃസ്ഥാപിക്കണമേ. ഈ സങ്കീർത്തനം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അത് നടക്കോ ഇല്ലയെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ ആ ഉറപ്പ് ദൈവത്തിൽ വെച്ചുകൊണ്ട് ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് പോകണം. എന്താണ്? നെഗേബിലെ നീർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യത്തെ അങ്ങ് പുനഃസ്ഥാപിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. വിശ്വാസമാണ് നമുക്ക് വിതക്കാനുള്ളത്. വേറെ ഒന്നും നമ്മുടെ കാണുന്നില്ല. കാഷം കൈയിലായിട്ട് ഒന്നും കാണുന്നില്ല. വ്യക്തികളില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരുടെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, നമുക്ക് കൊടുക്കാൻ പണമില്ല, നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി നിലനിൽക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ചില സമയത്ത് മെറിറ്റ് ഉണ്ടാകുകയില്ല, പക്ഷെ എന്തുണ്ടാകും? ഗ്രേസ് ഉണ്ടാകും.